ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? കണ്ട വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ നാവെടുത്താൽ. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ശ്രദ്ധ കുറവുണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ തന്നെ വിളക്കിന്റെ മുമ്പ് കടലാസ് കത്തിപ്പോവില്ലേ? പിന്നെ ഇത്രയും കാലം തൊഴുതിട്ട് മോഹനത്തിന് ഒരു കടലാസ് പോലും കത്തിയില്ലല്ലോ. ഇതാ തള്ളയുടെ നോക്ക് തന്നെയാ. ബാമേ, ചായ ഞാൻ എടുത്തു, പക്ഷെ കഴിക്കാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇനി എപ്പോഴാ? അമ്മായി വിഷമിക്കണ്ടാട്ടോ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. മോഹനോട് ചായ എടുക്കട്ടെ? അത് പോട്ടെ മോനേഷ്ണ, ഈ വീട്ടിൽ നീ വാടകയ്ക്ക് താമസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ശരിക്കും ഈ വീട് ആരുടേതാ? അത് പിന്നെ നമ്മുടെ പറയരുത്. ലംബോദരൻ പിള്ളയുടെ പേര് പറഞ്ഞാൽ അയാളെ ഇന്ന് വണ്ടി ഇടിക്കും. അമ്മായി, ഇതിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, അയാളെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല. അയാളങ്ങ് ഗൾഫിലാ. ഒരു ബ്രോക്കറാണ് ഞങ്ങൾക്ക് ഈ വീട് ശരിയാക്കി തന്നത് അല്ലേ? എന്തായാലും നല്ല ഐശ്വര്യമുള്ള വീടാണ് കേട്ടോ. വീടിന്റെ കാര്യത്തിൽ തീരുമാനായി. എന്റെ മോനേഷ്ണ, കഴിഞ്ഞ ആഴ്ച വീട്ടിലൊരു വഴക്കുണ്ടായി. വീട്ടിലെ തറ ചുമ്മാ സിമന്റ് തേച്ചിട്ടിരിക്കല്ലേ. അപ്പോ ഞാനും നിന്റെ അമ്മാവനും കൂടി സുഗുണനോട് പറഞ്ഞു, സുഗുണ, ഈ തറ ഇങ്ങനെ ഇട്ടാ മതിയോ? നമുക്കിത് നല്ല ടൈൽസ് ഇട്ട് ഭംഗിയാക്കണ്ടേന്ന്. അവനൊരു ചാട്ടം. അങ്ങനെ കളയാൻ അവന്റെ കയ്യിൽ കാശില്ലാന്ന്. കുറച്ച് ടൈൽസ് ഇടാൻ അങ്ങനെ വലിയ കാശാകോ മോനേഷ്ണ? വല്ല 100-500 രൂപയിൽ തീരുന്ന കാര്യമുള്ളൂ അമ്മായി. 500 രൂപയ്ക്കൊന്നും തീരില്ലായിരിക്കും. എന്നാലും ഒരു 2000 രൂപ കൊണ്ട് തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാ ശ്രദ്ധിച്ചത്, ഇവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് കൊള്ളാം, നല്ല ഭംഗിയും തിളക്കവും ഉണ്ട്. ഇതിലൂടെ നടന്നാ നല്ല സുഖല്ലേ? നീ ഒന്ന് അവനോട് പറയണം ഇതുപോലത്തെ ടൈൽസ് ഇടാൻ. അടുത്ത പ്രാവശ്യം ആവട്ടെ, ഞാൻ വരുമ്പോ ഉറപ്പായിട്ട് സുഗുണോട് പറയാം. എന്റെ വലിയൊരു മോഹാണ് മോഹനകൃഷ്ണ, എങ്ങനെയെങ്കിലും വീട്ടിൽ ടൈൽസ് ഇടണം. എന്നിട്ട് ഇവിടെ നീ നടക്കുന്നത് പോലെ ടൈൽസിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നെളിഞ്ഞങ്ങനെ നടക്കണം. എന്തൊരു രസമായിരിക്കും. അയ്യോ അമ്മേ, എന്താ പറ്റിയത്? ഒന്ന് വീണു. വെള്ളം തറയിലെങ്ങനെ വെള്ളം വീണത്? അതൊന്നും ഇനി അരച്ചിട്ട് കാര്യമില്ല. വെള്ളം ഭൂമിയുടെ അടിയിന്നായാലും വരുന്ന എനിക്കിപ്പോ മനസ്സിലായി. ഭൂമിയുടെ അടിയെന്നോ? അതെ, കുഴപ്പം എന്റെയോ ഭൂമിയുടെ അല്ല. നീ പറഞ്ഞതാ ശരി. ഈ കിളട്ട് കിളവിടെ നാക്കുകാരണോ വല്ലതും പറ്റിയോ മോനകൃഷ്ണ? നാവ് അറം പറ്റുക എന്നത് അന്ധവിശ്വാസമാണെന്ന് വിവരമുള്ളവർ പറയും. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് വേറൊരാളുടെ നാവല്ല, സ്വന്തം കയ്യിലിരിപ്പാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്കും തർക്കമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ വിശ്വസിക്കാത്തതും സംഭവിച്ചെന്നിരിക്കും. അമ്മായി പറഞ്ഞതുകൊണ്ടാണോ, കടലാസ് കത്തിച്ച വിളക്കിന് മുമ്പിൽ പിടിച്ചതുകൊണ്ടാണോ അത് കത്തിപ്പോയതെന്ന് അവിശ്വാസികളും അന്ധവിശ്വാസികളും തമ്മിൽ തർക്കിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞത് ഒന്നുമായില്ലെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സംഭവിക്കാൻ ബാക്കിയുള്ളത് കാണാൻ നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് കാര്യനിസാരം കാണുക.